ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വലിയ ഹീറോ ആവാനുള്ള പൊക്കം, ചാറടി പൊക്കം പോലെ അങ്ങനെ ഇല്ല, തടിയില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നീട് എനിക്കത് വളരെ പ്ലസ് ആയിട്ട് തോന്നിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നമ്മളിപ്പോൾ നോർമൽ ആൾക്കാരുടെ ഒരു രീതിയിലുള്ള ആളാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ കുഞ്ഞിക്കൂനനോ ചാന്തുപൊട്ടോ മായമോൻ അങ്ങനെ ഒരുപാട് സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതാണ് ദൈവം ഓരോരുത്തർക്കും ഓരോ രൂപം അറിഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മുടെ ഒരു പോസിറ്റീവ് എന്താണ് കിടക്കണേന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ് ഒരു ഉള്ളിലേക്ക് വലിയാതെ പുറത്തേക്ക് വരിക എന്ന് പറയുന്ന അതാണ് എപ്പോഴും വേണ്ടത്. അതാണ് സക്സസിൻ്റെ വഴി. നമ്മളിലുള്ള കഴിവുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ എങ്കിലും നമുക്ക് ചെറുപ്പകാലത്ത് ഞാനുമൊക്കെ ഒരുപാട് മെലിഞ്ഞതായിരുന്നു. ഞാൻ വളരെ മെലിഞ്ഞ ആളായിരുന്നു. അപ്പം ഞാൻ ഈ ജിമ്മിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ പോകണമെങ്കിൽ വെളുപ്പിന് എഴുന്നേൽക്കണ്ടേ. എനിക്ക് വെളുപ്പിന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യമാണ്. എനിക്ക് ജിമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, വെളുപ്പിന് എഴുന്നേൽക്കണ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കലാഭവനിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രസാദേട്ടനൊക്കെയാണ് കലാഭവനിൽ. ഞാൻ ജയറാമേട്ടന് പകരം കലാഭവനിൽ ചെന്നു. അപ്പോൾ 5-6 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു വെളുപ്പാൻ കാലത്ത് ഒരു 6 മണി 6:30 മണിയായി ഉണ്ടാവും. ഈ സമയത്ത് ഞാനന്ന് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ താമസിക്കാം. ചിറ്റയുടെ വീട്ടിലൂടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ലിസിയുടെ അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ പഠിക്കുന്ന ആ സമയത്ത് മഹാരാജ് കോളേജിലാണ്. അപ്പോൾ വെളുപ്പാൻ കാലത്ത് കോളിമ്പിലായിട്ട് ഞാൻ വാല് കൊടുക്കുമ്പോൾ പ്രസാദേട്ടനാണ്, നമ്മുടെ കെ.എസ്. പ്രസാദ്. കെ.എസ്. പ്രസാദേട്ടൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രസാദേട്ടൻ രാവിലെ എന്നെ വന്നേക്കണേ എന്ന് ചോദിച്ചു. കാരണം എന്താണെന്ന് മനസ്സിലായില്ല. എന്നെ അടിമുടി നോക്കിയിട്ട് നീ ഇരിക്കും. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാനൊരു സ്വപ്നം കണ്ടു, നീ മലയാള സിനിമയിലൊരു ഹീറോ ആവുന്നു. ഞാൻ കുറേ നേരം ചിരിച്ചു. കാരണം ഞാൻ ഇങ്ങനെ മെലിഞ്ഞ് എനിക്ക് തന്നെ എന്നെ കണ്ണാടി കാണുമ്പോൾ കണ്ണാടി തല്ലിപ്പൊട്ടിക്കണ പ്രായത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ കാരണം നമുക്കൊരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനോ? ഞാൻ സ്വപ്നം കണ്ടൊക്കെ ബലിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നീ ഇപ്പം റെഡി ആവണം, നമുക്ക് ജിമ്മിൽ പോകണം. ഞാൻ ജിമ്മിൽ, നിങ്ങൾക്ക് എന്ത് തലയ്ക്ക് പ്രാന്താളാണ് സംശയമായി പറയുന്നൊക്കെ. ഞാനിങ്ങനെ വട്ടുണ്ടോ എന്നുള്ളൊരു സംഭവമൊക്കെ പ്രസാദേട്ടൻ നിർബന്ധിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്നാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പ്രസാദേട്ടൻ എന്നെ കൂട്ടിയിട്ട് പാലാരിവട്ടത്ത് ജിമ്മിൽ പോയി. അവിടെ പോയിട്ട് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു പ്രസാദേട്ടനോട് വന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പാവം വെളുപ്പങ്ങലത്ത് പ്രസാദേട്ടനും വരും. പ്രസാദിൻ്റെ സ്കൂട്ടറും ഇരുത്തിയിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ 2 പേരും ജിമ്മിൽ. അപ്പോൾ ആദ്യത്തെ 2 ദിവസം പ്രസാദേട്ടന് ഭയങ്കര ഇതായിരുന്നു. ഇൻസ്ട്രക്ടറൊക്കെ വന്ന് അതെടുപ്പിക്കുക ഇതെടുക്കുക വെയിറ്റ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റണില്ല ഈ പണി. അപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കും, ഇയാൾ വന്നിട്ടുണ്ടോ നോക്കും, ആളവിടെ ഉണ്ട്, ഇൻസ്ട്രക്ടർ ഉണ്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ തകർന്നിട്ട് കയ്യിലിരിക്കണ കാശും കൊടുത്തിട്ട് നമ്മൾ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് 2 അനക്കലാണെങ്കിലൊക്കെ വരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ കാലത്തിന് ശേഷം, പക്ഷേ പ്രസാദേട്ടൻ പറഞ്ഞ പോലെ ഞാൻ സിനിമയിൽ അങ്ങനെ ഹീറോ ആയി ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങി.